ഹലോ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാനിഫോൾഡുകളെ കുറിച്ചാണ്, എൻ മാനിഫോൾഡുകളെ കുറിച്ച്. ഓക്കെ, അപ്പോൾ എന്താണ് ഒരു എൻ മാനിഫോൾഡ് എന്നുള്ളത് നമ്മൾ നോക്കണം. മാനിഫോൾഡ്, അതേപോലെ സ്യൂഡോ മാനിഫോൾഡുകൾ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് മാനിഫോൾഡ്? മാനിഫോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ മാനിഫോൾഡ്, എൻ ഡയമെൻഷണൽ മാനിഫോൾഡ്, n manifold or n-dimensional manifold is a compact connected Hausdorff space. Hausdorff space n manifold എന്നുള്ളത് compact connected Hausdorff space ആയിരിക്കണം. And each of whose points each points have a neighborhood which is homeomorphic to an open ball in Rn. ഓക്കെ, ഇതാണ് ഒരു മാനിഫോൾഡിന്റെ ഡെഫിനിഷൻ, ഒരു എൻ മാനിഫോൾഡിന്റെ ഡെഫിനിഷൻ. അപ്പൊ നമ്മളൊരു എൻ മാനിഫോൾഡ് എടുത്തു വിചാരിക്കുക. ഇതാണ് ഒരു എൻ മാനിഫോൾഡ് എന്ന് വിചാരിക്കുക. ഓക്കെ, ഈ എൻ മാനിഫോൾഡ് എന്തായിരിക്കണം? ദിസ് ഷുഡ് ബി കോമ്പാക്ട് ആയിരിക്കണം, കണക്റ്റഡ് ആയിരിക്കണം, ആൻഡ് ഹോസ്ഡോർഫ് ആയിരിക്കണം. ഹോസ്ഡോർഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഹോസ്ഡോർഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് രണ്ട് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും there should be two open sets A and B. If A comma B belongs to H, then there should be open sets A and B belongs to tau എന്ന് പറഞ്ഞാൽ ഓപ്പൺ സെറ്റുകളുടെ കളക്ഷൻ, ടോപ്പോളജീസ്. ഓക്കെ, A, B belongs to tau such that A belongs to A and B belongs to B with A intersection B equal to 5. ഡിസ്ജോയിന്റ് ആയിട്ടുള്ള ഓപ്പൺ സെറ്റുകൾ, അതായത് ഈ രണ്ട് പോയിന്റ്സ് നമുക്ക് എന്ത് ചെയ്യണം? രണ്ട് ഓപ്പൺ സെറ്റുകൾ ഉപയോഗിച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ, രണ്ട് ഓപ്പൺ സെറ്റ്, ഡിസ്ജോയിന്റ് ആയിട്ടുള്ള ഓപ്പൺ സെറ്റുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ചെയ്യാൻ പറ്റണം. ഏത് രണ്ട് പോയിന്റ്സ് വന്നു കഴിഞ്ഞാലും അത്തരത്തിലുള്ള സ്പേസുകളാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹോസ്ഡോർഫ് സ്പേസുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എൻ മാനിഫോൾഡ് ഷുഡ് ബി എ ഹോസ്ഡോർഫ് സ്പേസ്. ഓക്കെ, n manifold should be a Hausdorff space with these properties, and each points have a neighborhood which is homeomorphic to an open ball in Rn. ഓക്കെ, അതായത് ഏതൊരു പോയിന്റ് എടുത്തു അതിനൊരു നെയ്ബർഹുഡ് ഉണ്ടായിരിക്കണം. സപ്പോസ് W is a neighborhood of each point, and this W should be homeomorphic to an open set U, where U is a subset open set in Rn. Okay, ഇതാണ് ഒരു എൻ മാനിഫോൾഡ് എന്താണെന്നുള്ളതിന്റെ അർത്ഥം. ഓക്കെ, ദിസ് ഓപ്പൺ സെറ്റ് ഏതൊരു പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു നെയ്ബർഹുഡ്, ഏത് നെയ്ബർഹുഡ് എടുത്തു കഴിഞ്ഞാലും ആ നെയ്ബർഹുഡ് Rn-നുള്ള ഒരു ഓപ്പൺ സെറ്റിനോട് എന്തായിരിക്കണം? ഹോമിയോമോർഫിക് ആയിരിക്കണം. ഓക്കെ, Rn-നുള്ള ഒരു ഒരു ഓപ്പൺ സെറ്റിനോട് ഹോമിയോമോർഫിക് ആയിരിക്കണം ഒരു എൻ മാനിഫോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നമുക്ക് എന്ത് ഒരു എൻ, വാട്ട് ഇസ് എൻ സ്യൂഡോ മാനിഫോൾഡ്, അതെന്താന്ന് നോക്കാം. ഒരു മാനിഫോൾഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്യൂർലി ടോപ്പോളജിക്കൽ കോൺസെപ്റ്റ്. ഓക്കെ, ടോപ്പോളജിക്കൽ കോൺസെപ്റ്റ്. നമുക്ക് ഇനി ഒരു സിംപ്ലക്സിലേക്ക് വരാം. സിംപ്ലക്സുകളും കോംപ്ലക്സുകളും കണക്ട് ചെയ്തിട്ടുള്ള ഡെഫിനിഷനിലേക്ക് വരാം. എൻ സ്യൂഡോ മാനിഫോൾഡ് is a complex K satisfying the following properties. ഒന്നാമത്, അതൊരു എൻ സ്യൂഡോ മാനിഫോൾഡ് പറഞ്ഞാല് ഇറ്റ്സ് എ പെർട്ടിക്കുലർ കെ, ഒരു കോംപ്ലക്സ് ആണ്,
സാറ്റിസ്ഫൈങ് സം ഫോളോയിങ് പ്രോപ്പർട്ടീസ്. അതായത് ഈച്ച് സിംപ്ലക്സ് ഓഫ് കെ, each simplex of k is a phase of some n simplex of each simplex of k should be a phase of some n simplex of k. അത് ഇവിടെ ഈ പറയുന്ന ഫേസ് എന്ന് പറയുന്നത് നമ്മൾ റെക്ലീനിയർ പോളിഗണിൽ പറയുന്ന ഇതല്ല കേട്ടോ, ഒരു റെക്ലീനിയർ പോളിഗണിനെ പറയുന്ന ഒരു ഇതല്ല. കാരണം അവിടെ റെക്ലീനിയർ പോളിഗൺ എന്ന് പറഞ്ഞ ഒരു സോളിഡ് ആണ്. ആ സോളിഡിനെ ബൗണ്ട് ചെയ്യുന്ന പോളിഗൺസിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ഫേസ് എന്ന് പറഞ്ഞിട്ട് വേറെ ഡെഫിനിഷൻ പറഞ്ഞിരുന്നു. ഓക്കെ, ദിസ് ഇസ് നോട്ട് ദാറ്റ് ഫേസ്. ഇത് നമ്മൾ പറയുന്നത് സിംപ്ലക്സുകളിൽ പറഞ്ഞിട്ടുള്ള ഫേസ് ആണ് കേട്ടോ. അതെന്തായിരുന്നു, സിഗ്മ കെ ഇസ് എ ഫേസ് ഓഫ് സിഗ്മ എൻ ഫോർ k less than or equal to n. Then if every vertex of sigma k is a vertex of sigma n. ഇതായിരുന്നു ആ ഫേസ്. ആ ഫേസ് ആണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അല്ലാതെ റെക്ലീനിയർ പോളിഹെഡ്രയിൽ നമ്മൾ പറയുന്ന ഒരു ഫേസ് അല്ല കേട്ടോ. സോ ഈച്ച് സിംപ്ലക്സ് ഓഫ് k is a phase of some n simplex of k. Okay, each simplex of k is a phase of some n simplex of k. Next, രണ്ടാമത്തെ പറയുന്നത് each n-1 simplex is a phase of exactly two n simplex of k. Exactly two n simplex of k. അതായത് ഏതൊരു n-1 സിംപ്ലക്സും എക്സാക്ട്ലി 2 n സിംപ്ലക്സുകളുടെ ഫേസ് ആയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഏത് രണ്ട് n സിംപ്ലക്സുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഫോർ എനി പെയർ സിഗ്മ 1 n ആൻഡ് സിഗ്മ 2 n, for any pair sigma 1 and sigma 2 n, there is a sequence of n simplexes. Sequence of n simplexes ഉണ്ടായിരിക്കും starting from sigma 1 n to sigma 2 n. sigma 1 n ൽ നിന്ന് sigma 2 n ലേക്ക് ഒരു sequence of n simplexes ഉണ്ടായിരിക്കണം. ഓക്കെ, രണ്ട് n സിംപ്ലക്സുകൾ എടുക്കുകയാണെങ്കിൽ there should be n സിംപ്ലക്സുകളുടെ സീക്വൻസ് തന്നെ ആയിരിക്കണം. ഓക്കെ, n സിംപ്ലക്സുകളുടെ സീക്വൻസ് തന്നെ ആയിരിക്കണം. Any two successive terms of the sequence have a common n-1 phase. അതായത് ഈ n സിംപ്ലക്സുകളുടെ ഏത് രണ്ട്, ഇപ്പൊ സിഗ്മ ഐ എടുക്കുക, സിഗ്മ ഐ n, സിഗ്മ ഐ പ്ലസ് n, ഇവയുടെ ഇന്റർസെക്ഷൻ എന്തുണ്ടായിരിക്കണം, ഒരു n-1 ഫേസ് ഉണ്ടായിരിക്കണം. ഓക്കെ, n-1 ഫേസ് ഉണ്ടായിരിക്കണം. ഫോർ എക്സാമ്പിൾ നമുക്ക് എടുക്കുക, ഒരു ടെട്രാഹൈഡ്രന്റെ ഒരു 3 സിംപ്ലക്സ്, ടെട്രാഹൈഡ്രൻ എന്ന് പറഞ്ഞാൽ 3 സിംപ്ലക്സ് ആണ്. അതിന്റെ പ്രോപ്പർ ഫേസുകളുടെ ഒക്കെ കളക്ഷൻ എടുക്കുക. പ്രോപ്പർ ഫേസുകൾ എന്ന് പറയുമ്പോൾ അതൊക്കെ ഉണ്ടായിരിക്കാൻ നോക്കാം. നമുക്ക് എല്ലാ ട്രയാങ്കിൾസ് ഉണ്ടായിരിക്കും, എല്ലാ വെർട്ടക്സുകൾ ഉണ്ടായിരിക്കും, എല്ലാ എഡ്ജസും ഉണ്ടായിരിക്കും, അല്ലെ, എല്ലാ എഡ്ജസും ഉണ്ടായിരിക്കും. അതൊരു എക്സാമ്പിൾ ആണ്. ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഓഫ് എ 2 സ്യൂഡോ മാനിഫോൾഡ്. എ 2 സ്യൂഡോ മാനിഫോൾഡ്. ഇവിടെ n എന്ന് പറയുന്നത് എന്താണ്, n equal to 2. സോ നമുക്ക് ടെട്രാഹൈഡ്രൺ എടുക്കുക. ടെട്രാഹൈഡ്രൺ എടുത്തു കഴിഞ്ഞാൽ A0, A1, A2 ആൻഡ് A3. ഫസ്റ്റ് ഡെഫിനിഷൻ, ഫസ്റ്റ് കേസ് എന്തായിരുന്നു പറഞ്ഞത്, ഈച്ച് സിംപ്ല, അതിന്റെ ടെട്രാഹൈഡ്രൺ എടുത്തു, അതിന്റെ k എന്ന് പറയുന്നത് എന്താണ്, k is the all proper phases of 3 simplex tetrahedron. Okay, 3 simplex. എല്ലാ പ്രോപ്പർ ഫേസ് പറയുമ്പോൾ ഈ ട്രയാങ്കിൾസ് വരും, 4 ട്രയാങ്കിൾസ് വരും, അതേപോലെ തന്നെ ഈ എഡ്ജസ് വരും, 1 2 3 4 5 6 എഡ്ജസ് വരും, ആൻഡ് ദിസ് 4 വെർട്ടക്സ്. ഓക്കെ, ഈ 4 വെർട്ടക്സും വരും. സോ നമുക്ക് അതാണ് വരിക. അല്ലാതെ ഈ 3 സിംപ്ലക്സ് വരില്ല, 3 സിംപ്ലക്സ് എക്സാക്ട് ആയിട്ട് വരില്ല. അപ്പൊ അത് പ്രോപ്പർ ഫേസ് ആവില്ല. ഓക്കെ, പ്രോപ്പർ ഫേസുകളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. So, first definition, each simplex of k is a phase of
സം n സിംപ്ലക്സ് ഓഫ് k. ഓക്കെ, അപ്പൊ n പറഞ്ഞ അവിടെ 2 ആണ് അല്ലെ, n പറഞ്ഞ അവിടെ 2 ആണ്. ഇവിടെ ഏതൊരു സിംപ്ലക്സ് എടുത്ത് നോക്കൂ, a0 വെർട്ടെക്സുകൾ എടുക്കുക, ai ഇറ്റ്സ് എ ഫേസ്. ai ഏതൊരു ഇതിലുണ്ടായിരിക്കും അല്ലെ, ai ഏതൊരു ai എടുത്തു കഴിഞ്ഞാലും ഇറ്റ്സ് എ ഫേസ് ഓഫ് ai ഫോർ എവറി i ഈസ് എ ഫേസ് ഓഫ് സം 2 സിംപ്ലക്സ്. ഇപ്പൊ a0 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ a0 എന്തിന്റെ ഒക്കെ ഫേസ് ആണ്, 3 ട്രയാങ്കിൾസിന്റെ ഫേസ് ആണ് അല്ലെ, 3 ട്രയാങ്കിൾസിന്റെ ഫേസ് ആണ്. ഓക്കെ, അതേപോലെ തന്നെ 2 സിംപ്ലക്സ് പറഞ്ഞ ട്രയാങ്കിൾസ്. ഓക്കെ, അതേപോലെ തന്നെ a1 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതും എന്താണ്, 3 ട്രയാങ്കിൾസിന്റെ ഫേസ് ആണ്. അതേപോലെ a3 എടുക്കുകയാണെങ്കിൽ അതും ഏതൊരു വെർട്ടെക്സ് എന്താണ്, 3 ട്രയാങ്കിൾസിന്റെ ഫേസ് ആയിട്ട് വരുന്നുണ്ട്. ഇനി എടുക്കുക AIAJ എന്ന് പറയുമ്പോൾ വരുന്നത് 1 സിംപ്ലക്സുകളുടെ കളക്ഷൻ അല്ലെ, 1 സിംപ്ലക്സുകളുടെ കളക്ഷൻ. 1 സിംപ്ലക്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇസ് എ ഫേസ് അല്ലെ, ഏതൊരു 1 സിംപ്ലക്സ് എടുക്കുകയാണെങ്കിലും അതെന്താണ്, ഫേസ് ഓഫ് സം ട്രയാങ്കിൾ. ഓക്കെ, ഫേസ് ഓഫ് സം ട്രയാങ്കിൾ, ഫേസ് ഓഫ് സം 2 സിംപ്ലക്സ്. ഓക്കെ, ഏതൊരു എഡ്ജ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും a0 a1 or AIAJ ഏതൊരു 1 സിംപ്ലക്സ് എടുക്കുകയാണെങ്കിൽ അതെന്താണ്, എക്സാക്ട്ലി 2 സിംപ്ലക്സുകളുടെ ഫേസ് ആണ്, എക്സാക്ട്ലി 2 സിംപ്ലക്സുകളുടെ ഫേസ് ആണ്. നോക്കൂ, ഈ ഒരു 1 സിംപ്ലക്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്, ഈ ഒരു ട്രയാങ്കിളിന്റെയും അതേപോലെ തന്നെ ഈ ഒരു ട്രയാങ്കിളിന്റെയും ഫേസ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഫോർ എവറി i, j and i not equal to j. Okay, i not equal to j is a face of exactly 2 some 2 സിംപ്ലക്സ് ആയാൽ മതി. നമുക്ക് ഇവിടെ തരുന്നുണ്ട് എക്സാക്ട്ലി 2 സിംപ്ലക്സ് പറയുന്നത് നെക്സ്റ്റ് ഡെഫിനിഷനിലേക്കുള്ള പോകണ്ട. സോ നെക്സ്റ്റ് AIAJ AK i not equal to j not equal to k is a face of some 2 സിംപ്ലക്സ് ആയാൽ മതി. ഇത് തന്നെ 2 സിംപ്ലക്സ് ആണ്, is a face of AIAJ AK. ഇത് അതിന്റെ തന്നെ ഫേസ് ആണ് അല്ലെ, അപ്പൊ നമുക്ക് അതും ഓക്കെ ആണ്. അപ്പൊ 3 കേസ് എന്തായി, തീരുമാനമായി. ഓക്കെ, 3 കേസും നമുക്ക് റെഡി ആയി. AIAJ എന്നുള്ളത് എന്താണ്, ഇസ് എ ഫേസ് ഓഫ് എക്സാക്ട്ലി 2 സിംപ്ലക്സ് ആണ്. നമ്മുടെ ഡെഫിനിഷൻ പ്രകാരം എന്തായാൽ മതി, അത് സം ഏതെങ്കിലും സം 2 സിംപ്ലക്സിനോട് 2 സിംപ്ലക്സിന്റെ ഫേസ് ആയാൽ മതി. നെക്സ്റ്റ് നോക്കൂ, രണ്ടാമത്തെ കേസ് എന്താ പറയുന്നത്, ഈച്ച് n-1 സിംപ്ലക്സ് ഈസ് എ ഫേസ് ഓഫ് എക്സാക്ട്ലി 2 n സിംപ്ലക്സ് ഓഫ് k. അപ്പൊ n-1 എന്ന് പറയുമ്പോൾ n ഇവിടെ 2 ആണ്, n-1 വരുമ്പോ 1 വരും. ഈച്ച് 1 സിംപ്ലക്സ് ഈസ് എ ഫേസ് ഓഫ് എക്സാക്ട്ലി 2 സിംപ്ലക്സ്. അത് നമ്മളിവിടെ സെക്കൻഡ് ഇതിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ രണ്ടാമത്തെ കണ്ടീഷൻ നമുക്ക് ഇവിടെ രണ്ടാമത്തെ ഇതിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇനി നോക്കൂ, ഗിവൻ എനി പെയർ ഓഫ് n സിംപ്ലക്സസ്, നമുക്ക് 1 സിംപ്ലക്സിന്റെ ഒരു പെയർ എടുക്കുക. 1 സിംപ്ലക്സിന്റെ ഒരു പെയർ എടുത്തു കഴിഞ്ഞാല് ഗിവൻ എനി n സിംപ്ലക്സുകളുടെ പെയർ എടുക്കണം. ഓക്കെ, അപ്പൊ 2 സിംപ്ലക്സുകളുടെ പെയർ എടുക്കുക. 2 സിംപ്ലക്സുകളുടെ പെയർ എടുക്കും. ഞാൻ ഈ സിംപ്ലക്സും അതേപോലെ തന്നെ ഈ സിംപ്ലക്സും എടുത്തു. ഈ സൈഡിലുള്ള ഈ ട്രയാങ്കിളും അതേപോലെ മുമ്പിലുള്ള ഈ ട്രയാങ്കിളും എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെയൊക്കെ എത്തിച്ചേരാം അതിലേക്ക്, ഇതുവഴി എത്തിച്ചേരാം അല്ലെ. അതായത് സീക്വൻസ് ഓഫ് 2 സിംപ്ലക്സസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അല്ലെ, സീക്വൻസ് ഓഫ് n സിംപ്ലക്സസ് ഉണ്ടായിരിക്കണം. അതായത് ഈ ട്രയാങ്കിളിൽ നിന്ന് എനിക്ക് നേരിട്ട് അങ്ങനെ അങ്ങോട്ട് എത്തിച്ചേരാം, അല്ലാതെ എങ്ങനെയും വരാം, തിരിച്ച് ഇതുവഴി റൊട്ടേറ്റ് ചെയ്യാൻ എനിക്ക് അല്ലെ, ഇതുവഴി ഇങ്ങോട്ട് എത്തിച്ചേരാം. അപ്പൊ അവിടെ എന്ത് വരും, ഒരു സിംപ്ലക്സ് വരും, ഒരു 2 സിംപ്ലക്സ് വരും. ഓക്കെ, അതേപോലെ തന്നെ എനിക്ക് ഏത് വഴിയും വരാം, ഈ അടിയിലുള്ള ഈ ട്രയാങ്കിൾ വഴിയും വരാം. അപ്പോഴൊക്കെ അവിടെ എന്തുണ്ടാവുന്നുണ്ട്, ഒരു എഡ്ജ്, ഒരു 1 സിംപ്ലക്സ് കോമൺ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഒരു എഡ്ജ് അല്ലെങ്കിൽ ഒരു 1 സിംപ്ലക്സ് എന്തായിട്ട് വരുന്നുണ്ട്, കോമൺ ആയിട്ട് വരുന്നുണ്ട്. സോ നമുക്ക് എന്ത് പറയാം, ബൈ ഡെഫിനിഷൻ ഇറ്റ്സ് എ 2 this k all proper faces of 3 സിംപ്ലക്സ്. ആ ഒരു കളക്ഷൻ എടുക്കുകയാണെങ്കിൽ ആ ഒരു കോംപ്ലക്സ് എന്താണ്, ഇറ്റ്സ് എ 2 സ്യൂഡോ മാനിഫോൾഡ്. ടെക്സ്റ്റ് ബുക്കിൽ മോർ എക്സാമ്പിൾസ് ഉണ്ട്, റെഫർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.